വാ. കൊണ്ടോക്കോ, വീട്ടിൽ കൊണ്ടോക്കോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലെ തക്കാളിയുടെ വിളവെടുപ്പാണ് കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ പൊട്ടറ്റോസിൻ്റെ വിളവെടുപ്പ് കാണിച്ചായിരുന്നു. അപ്പോൾ പൊട്ടറ്റോസും നമുക്ക് ഒരുപാട് നല്ല ഒരു ഈൽഡ് കിട്ടിയായിരുന്നു ആ ഒരു ചെറിയൊരു ഏരിയയിലുള്ള ചെറിയൊരു കൃഷിയും കൊണ്ട് തന്നെ. അതുപോലെ തന്നെ തക്കാളിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 തക്കാളി തൈകളാണ് വാങ്ങിച്ചത്. അത് തൈകളായിട്ട് തന്നെയാണ് വാങ്ങിയത്, അതായത് പാകി മുളപ്പിക്കുകയല്ല ചെയ്തത്, തൈകളായിട്ട് തന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പതുക്കെ തക്കാളി വളർന്നു തുടങ്ങിയപ്പോൾ ഞാനതിന് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തു. കാരണം ഇത് നല്ലപോലെ വളരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ പ്രോപ്പറായിട്ട് അതിനെ ഓരോ സപ്പോർട്ടൊക്കെ കൊടുത്ത് അതിനെ പ്രോപ്പറായിട്ട് നേരെ നിർത്തി നമ്മൾ വയർ ടൈ ഒക്കെ ഉപയോഗിച്ചാണ് അതിന് ചെയ്തത്. നല്ലപോലെ ഈൽഡ് ഉണ്ടായി. അപ്പോൾ നമുക്ക് ഒരുപാട് തക്കാളി അതിൽ നിന്ന് കിട്ടി. നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ തക്കാളിയുടെ വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഫസ്റ്റ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ട് വരുമ്പം തക്കാളികളെല്ലാം തന്നെ പഴുത്തു തുടങ്ങിയ സ്റ്റേജിലുള്ള വീഡിയോസും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ഈൽഡ് കിട്ടും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ 2 വീഡിയോ മിക്സ് ചെയ്ത് മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും 2 അല്ലെങ്കിൽ 3 തക്കാളി ചെടികൾ വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല ക്വാണ്ടിറ്റി തക്കാളികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ. അപ്പോൾ ഇതിൽ ഒരുപാടുണ്ടായി. അപ്പോൾ ഒരുപാടുണ്ടായപ്പോൾ നമുക്കിത് ഒരുപാട് ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ നെയ്ബേഴ്സായിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. അപ്പോൾ അവരെല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. നല്ല പുളിയുള്ള തക്കാളിയായിരുന്നു എല്ലാവരും പറഞ്ഞു. ഞങ്ങൾ 2-3 രീതിയിലൊക്കെ കറിയൊക്കെ വെച്ചു. അതായത് പച്ചത്തക്കാളി വെച്ച് കറി വെച്ചു. അതുപോലെ തന്നെ നമ്മൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു. അല്ലാതെ തക്കാളിയും തേങ്ങയും കൂടെ കൂടിയിട്ട് നമ്മൾ സാധാരണ വെക്കുന്ന പോലെ തക്കാളി കറി വെച്ചു. അങ്ങനെ പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ എന്നാ പറയണേ, നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്നൊരു തക്കാളി വാങ്ങിക്കുമ്പം ഇവിടുത്തെ ഒരു പ്ലം ടൊമാറ്റോസ് എന്നാണ് ഇവിടെ കിട്ടുന്ന ടൊമാറ്റോസ് പറയുന്നത്. അതിന് വലിയ പുളിയൊന്നുമില്ല. അത് ബേസിക്കലി എല്ലാവരും യൂസ് ചെയ്യുന്നത് സാലഡ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ആളുകൾ കൂടുതലായിട്ട് ആ ടൈപ്പ് ഓഫ് ടൊമാറ്റോസ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് വെറൈറ്റി ആയിരുന്നു. ആക്ച്വലി ഈ വെറൈറ്റിയുടെ പേര് ഞാൻ മറന്നുപോയി, ഞാനത് പേര് നോട്ട് ഡൗൺ ചെയ്തില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സ്പെസിഫിക് വെറൈറ്റിയിൽ അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസമുണ്ട്. നമ്മൾ പ്ലം ടൊമാറ്റോയിൽ നിന്ന് വ്യത്യാസമുണ്ട്. മാത്രമല്ല അതിന് പുളി കൂടുതലുണ്ട്. പ്ലം ടൊമാറ്റോ ഭയങ്കര ഒരുവിധം സ്വീറ്റാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ഇന്ത്യൻസ് ആയിട്ടുള്ളവർക്ക് നമുക്ക് കുറച്ച് പുളിയൊക്കെയുള്ള ടൊമാറ്റോസ് ആണല്ലോ കൂടുതലിഷ്ടം. അപ്പം ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത് ഭയങ്കര ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു നമ്മുടെ കൃഷിയായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ വലിയ ഒരുപാട് കാര്യങ്ങൾ ഈ കൊല്ലം പ്ലാൻ ചെയ്തിട്ടല്ല ചെയ്തത്. പിന്നെ നെക്സ്റ്റ് ടൈം ചെയ്യുമ്പം നെക്സ്റ്റ് ഇയറിൽ കുറച്ചും കൂടെയൊക്കെ പ്ലാൻഡായിട്ട്